സത്യത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ്. അർഹതക്കാണ് എപ്പോഴും അംഗീകാരമുള്ളത്. ഇവിടെ ബാക്കി ഉസ്താദ് സംസാരിച്ചു പോയി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരാൾക്ക് അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും ഒരു ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമസ്തയുടെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ അംഗീകാരം തന്നെയാണ്. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അർഹതക്കാണ് എപ്പോഴും അംഗീകാരമുള്ളത്. അപ്പം ആൾക്കാർ ബഹുമാനിക്കണില്ലെങ്കിൽ നാട്ടുകാർ കേടുന്നതല്ല, ഞമ്മക്കെന്തോ പറ്റിയതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയാൻ ഒരു സാന്ദർഭികമായ ഒരു വിഷയം ഞാൻ ഉപയോഗപ്പെടുത്തി എന്നാണുള്ളത്. അപ്പോൾ മുഅ്മിനീങ്ങളെ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഇൽഫത്ത് എന്ന് പറയുന്നത്. ഇൽഫത്ത് എന്ന് പറഞ്ഞാൽ അതിന് മനപ്പൊരുത്തം എന്ന് പറയും. അപ്പോൾ നമ്മൾ ശിഷ്യന്മാരുമായി, നമ്മുടെ കീഴിലുള്ള ജോലിക്കാരുമായി നമുക്കൊരു മനപ്പൊരുത്തമുണ്ട്.